ഡോക്ടർ ജി ഗോപകുമാർ, അവിടെ അപ്പോൾ CPIക്ക് തെറ്റ് പറ്റിയോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയോ? അത് രാഷ്ട്രീയം മുന്നിൽ കാണുവാൻ കഴിയാതെ വന്നു. ഇപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, ഞാനായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റുകയില്ലായിരുന്നുവെന്ന്. അങ്ങനെ പറയാൻ പറ്റുകയുമില്ലല്ലോ. അതൊരു വ്യക്തിപരമായി പോയി ആ ഒരു ആരോപണം. ഇപ്പോൾ ചതിയൻ ചന്തു എന്ന് CPIയെ വിളിച്ചപ്പോൾ അത് ചതിയൻ ചന്തുവിൻ്റെ തൊപ്പി ആർക്കാണ് ചേരുന്നത്, വെള്ളാപ്പള്ളിക്കാണ് എന്ന് പറഞ്ഞു. അത് ശരി, അവിടം വരെ ശരി. പക്ഷേ ഈ കാറിൽ കയറ്റാൻ ഞാൻ തയ്യാറാകുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വേഷം കൊടുക്കുവാനായിട്ട്, മറ്റൊരു ചിത്രം കൊടുക്കുവാനായിട്ട് കഴിയും വെള്ളാപ്പള്ളി നടേശന്. അത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു. ഞാനെന്താ കാറിൽ കയറ്റാൻ കൊള്ളാത്തവനാണോ എന്നുള്ള ഒരു നറേറ്റീവ് കൊടുക്കുവാനും പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ CPIക്ക് അവിടെ തെറ്റ് പറ്റുകയായിരുന്നില്ലേ? അത് നിശ്ചയമായിട്ടും. കാരണം CPIക്ക് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ വെല്ലുവിളികളാണ് ഉള്ളത് മുന്നോട്ട് പോകാനായിട്ട്. കാരണം നമുക്ക് പ്രവണതകൾ ഏതാണ്ട് വ്യക്തമാണല്ലോ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് നന്നായിട്ട് കാണിക്കുകയും ചെയ്തു. ഇനി 3 മാസമേ ഉള്ളൂ, വലിയ വ്യത്യാസം വരാൻ പോകുന്നില്ല എന്ന് ഏതാണ്ടൊക്കെ നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ പ്രവചനം അസാധ്യമാണ് എന്നിരിക്കില്ല. പക്ഷേ പൊതുവേ CPI ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെടിപൊട്ടിക്കാറുണ്ട്. അത് ആദ്യമായിട്ടല്ല. അത് നമുക്കറിയാം. PM ശ്രീയുടെ കാര്യം വന്നപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുക, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുകൂടി കാണിക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി അവിടെ ഉണ്ട്. അതാണ് അവിടെ കൂടുതൽ കാണുന്നത്. അതിനെ ഇടതുപക്ഷത്തിന് CPIയെ തള്ളാനും പറ്റില്ല. കാരണം ഏറ്റവും പ്രബലമായ കക്ഷിയാണെന്ന് ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. ഞങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രബലമായ കക്ഷിയാണ്, ഞങ്ങൾ നല്ല സൗഹൃദത്തിൽ പോകണു. അതൊരർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇടതുപക്ഷ സ്വഭാവം എന്നുള്ള നിലയിൽ CPI ഒരിക്കലും തള്ളാനും പറ്റില്ല. പക്ഷേ CPI എടുക്കുന്ന ഈ നിലപാട് CPIയെ സംബന്ധിച്ചിടത്തോളം CPMൻ്റെ കൂടെ നിൽക്കുമ്പോഴും മറുവശത്ത് പഴയ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുമ്പോഴും അങ്ങനെ മുന്നണിയുടെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് വരാനല്ലാതെ സ്വന്തമായിട്ട് വളരാനുള്ള ശക്തി CPIക്ക് ഇന്നുമില്ല. ഇപ്പം നമുക്ക് അറിയാം, കേരളത്തിലെ സീറ്റുകളുടെ എണ്ണത്തിൽ CPIയും മുസ്ലിം ലീഗും ഏതാണ്ട് വളരെ മുൻപന്തിയിലാണ്. പക്ഷേ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് CPIയുടെ ശക്തി എന്ന് പറയുന്നത് മുന്നണി രാഷ്ട്രീയമാണ്. മുന്നണി രാഷ്ട്രീയം പിൻവലിച്ചാൽ CPI തീർന്നു. 65 മുമ്പിൽ ഉണ്ട്. നമുക്കറിയാം 3 സീറ്റാണ് CPIക്ക് കിട്ടിയത് തനിച്ച് നിന്നപ്പോൾ. അപ്പോൾ CPIക്ക് ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ പ്രസ്താവനകൾ നടത്തിയാൽ മാത്രമേ മാധ്യമ ശ്രദ്ധ കിട്ടുള്ളൂ. അതിനപ്പുറം വെള്ളാപ്പള്ളി ഉണ്ടല്ലോ, കാരണക്കാരൻ വെള്ളാപ്പള്ളി എന്ന രീതിയിൽ ഒരു കാരണം വെള്ളാപ്പള്ളി. അപ്പോൾ അതിനെ ആ രീതിയിൽ CPI അവതരിപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ വേണുഗോപാൽ സാർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഈ 3 മാസം കൊണ്ട് സംഭവിക്കാനില്ല. പിന്നെ അതിൽ ഡാമേജ് കൺട്രോൾ എന്ന രീതിയിൽ ഇപ്പോഴത്തെ ഈ സ്റ്റാറ്റസ് കോ അങ്ങനെ തന്നെ പോട്ടെ. കാരണം മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ സംഭവിച്ചു കഴിഞ്ഞു, അത് UDFന് അനുകൂലമായിട്ട്. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ ഈ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ് നല്ലത് CPMനെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്, CPIക്ക് അവിടെ തെറ്റുപറ്റിയോ എന്ന്. അല്ല, CPMനുള്ളതുപോലെ ഇടതുപക്ഷ മുന്നണിയുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം CPMനാണുള്ളത്, CPIക്കല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. CPI എപ്പോഴും 2ാം നിരയിൽ മാത്രമേ നിന്നിട്ടുള്ളൂ. പക്ഷേ CPMന് അങ്ങനെയല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തോറ്റാലും ഞങ്ങളെടുക്കുന്ന നിലപാടിലൊരു നിലപാടുണ്ട് എന്ന് കാണിക്കണം. കാരണം അതിനകത്ത് മറ്റൊരു കാര്യം നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. BJPയിലേക്ക് പോകുന്ന വോട്ടുകളെ ചെറുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ CPMന് ഇന്ന് അത്യാവശ്യമാണ്. കാരണം BJP ഇന്ന് കേരളത്തിൽ വളരുന്നുണ്ട്. പ്രത്യേകിച്ച് ചില പോക്കറ്റുകളിൽ BJPക്ക് ശക്തമായ വളർച്ച കാണുന്നുണ്ട്. അത് പൊതുവേ ശതമാനത്തിൻ്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നെങ്കിലും വിന്നബിലിറ്റി BJPക്ക് ഇന്ന് കൂടിയിരിക്കുകയാണ്. മുന്നണി രാഷ്ട്രീയത്തിലല്ല, അവരുടെ കൂടെ മുന്നണിയിൽ നിൽക്കുന്ന ആൾക്കാർ കുറവാണ്. പക്ഷേ ഇടതുപക്ഷ BJPയെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിൻ്റെ പിന്തുണയും കൂടി കിട്ടിയാൽ അവർക്ക് നല്ലൊരു ഭാവിയുണ്ട്. ആ ഭാവി മനസ്സിലാക്കിക്കൊണ്ട് അത് തടയണമെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കൂട്ടി നിർത്തിയാലേ പറ്റുള്ളൂ എന്നുള്ള ചാണക്യസൂത്രം തന്നെയാണ് ഇവിടെ CPM എടുത്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഇലക്ഷനിൽ തോറ്റാലും സാരമില്ല. ഒരു പക്ഷേ മനസ്സിൽ കാണുന്നത് CPMൻ്റെ ബേസ്, പഴയകാലത്തെയുള്ള ബേസ് OBC വോട്ടുകളിൽ 65% എന്നും CPMലേക്ക് നിന്നിരുന്ന ആ ബേസിന് ഒരു കുഴപ്പവും വരാതിരിക്കണം. 2024 പാർലമെൻറ്റിൽ അങ്ങനെയല്ല കണ്ടത്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കണമെങ്കിൽ SNDPയുടെ ശക്തമായ പിന്തുണ വേണം. അതിനകത്ത് വെള്ളാപ്പള്ളി വേണം. ഇതിനകത്ത് മറ്റൊരു ഘടകം കൂടിയുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴുണ്ടാകുന്ന മറുവശത്തുണ്ടാകുന്ന ന്യൂനപക്ഷ കൺസോളിഡേഷനും നമ്മൾ കാണാതെ പോകരുത്. ആ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഇല്ലെങ്കിൽ പിന്നെ ആ റിസ്കിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ഇപ്പോൾ എങ്ങനെയാണോ പോകുന്നത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് കരുതുന്നതാണല്ലോ രാഷ്ട്രീയ തന്ത്രജ്ഞത.
അതെ അതെ, ഞാനത് ഇന്നൊരു പത്രപ്രവർത്തനമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിർത്തിയത് തോറ്റാൽ തോറ്റതിൻ്റെ ഒരു കളി കളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പൊളിറ്റിക്സാണ് കളിക്കുന്നത്. കാരണം ഇനി പെട്ടെന്ന് ഇനിയിപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ കിട്ടാനോ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ കിട്ടാനോ ഒന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇടതുപക്ഷത്തിനില്ല. അപ്പോൾ ഉള്ളിടത്തെ ശക്തി ശക്തമാക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ കാണാതെ പോകാത്ത ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം വെള്ളാപ്പള്ളി നടേശൻ നൽകുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് ആർക്കാണ് അന്തിമമായിട്ട് ഗുണം ചെയ്യുന്നതെന്ന് കൂടി ആലോചിക്കണം. അത് ബി ജെ പിക്കാണ് ഗുണം കിട്ടുന്നത്. കാരണം മുസ്ലിം വിരോധം കൂടുതൽ പറഞ്ഞ്, ന്യൂനപക്ഷ വിരോധം കൂടുതൽ പറഞ്ഞ് അത് വീണ്ടും 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 പറയുമ്പോൾ താൽക്കാലികമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമെങ്കിലും ബി ജെ പിയുടെ പരാതികളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ പരാതികളും സമന്വയിപ്പിച്ച് പോകുന്ന ഒരു നറേറ്റീവിലേക്ക് രാഷ്ട്രീയം പോവുകയാണ്. അതും കാണാതെ പോകരുത് ഈ പശ്ചാത്തലത്തിൽ. ശരി ശ്രീ, അപ്പോൾ അവിടെ യു ഡി എഫിന് നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അച്ചടക്കമില്ല. പറഞ്ഞോളൂ താങ്കൾ. ഞാനാണോ? അതെ, ഞാനാണോ? അപ്പോൾ തീർച്ചയായിട്ടും യു ഡി എഫിന് ഇതിനകത്ത് നഷ്ടം വരുന്നില്ല. കാരണം എന്താണ്, യു ഡി എഫിന് പണ്ടും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആ ഫ്ലെക്സിബിലിറ്റിക്കകത്ത് പഴയ കാലത്ത് കരുണാകരൻ ഉണ്ടാക്കിയ വലിയ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇന്ന് അതിൻ്റെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ഘടനാപരമായിട്ട് യു ഡി എഫ് ദുർബലമാണ്. അങ്ങനെ ദുർബലമായി വരുമ്പോൾ അതിന് പഴയ ശക്തി വീണ്ടെടുക്കണമെങ്കിൽ മുന്നണിക്ക് അകത്തുള്ള കക്ഷികളെ കൊണ്ട് പറ്റില്ല, സമുദായങ്ങളുടെ പിന്തുണ വേണം. ആ സമുദായത്തിൻ്റെ പിന്തുണ വരുന്നത് എവിടെ നിന്നൊക്കെയാണ്? തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട രണ്ട് ന്യൂനപക്ഷ കക്ഷികളിൽ നിന്നാണ്, ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നാണ്. അത് അക്കോമഡേറ്റ് ചെയ്യുമ്പോഴും മറുവശത്ത് പരമ്പരാഗതമായ ഹിന്ദു വോട്ടുകൾ യു ഡി എഫിന് കിട്ടുന്നത് നഷ്ടപ്പെടുത്താതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ യു ഡി എഫിന് ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ആ രാഷ്ട്രീയം പോകുന്നത്. ഇത് പണ്ടും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മൂർത്തഭാവം എത്തിയപ്പോഴാണ് ഇടതുപക്ഷം 1987 ഇതിന് മറുവശത്ത് ഒരു യഥാർത്ഥ മതേതര മുന്നണിക്കകത്ത് ഒരു വർഗീയ കക്ഷിയും ഉണ്ടാകില്ല എന്നുള്ള ഒരു പുതിയ നറേറ്റീവ് അന്ന് EMS കൊണ്ടുവന്ന് കേരള രാഷ്ട്രീയത്തിൽ അഭൂതപൂർവമായ ഒരു സാഹചര്യത്തിൽ അത് വിജയിപ്പിച്ച ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും എത്താറായിട്ടില്ല. ഇപ്പോൾ ഇത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണൽ പൊളിറ്റിക്സിൽ നിന്ന് അത് മാറുന്നില്ല. ആ കമ്മ്യൂണൽ പൊളിറ്റിക്സ് അവിടെ ഉണ്ട്, അതിന് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. മറിച്ച് LDF കാണിക്കുന്ന രാഷ്ട്രീയം ഒന്ന് ന്യൂനപക്ഷങ്ങളെ യു ഡി എഫിലേക്ക് കാര്യമായിട്ട് കൊണ്ടെത്തിക്കും. ആ ശുഭപ്രതീക്ഷ യു ഡി എഫിനുള്ളപ്പോൾ നറേറ്റീവിൻ്റെ ഗുണം ലോങ് റണ്ണിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന LDFനേക്കാൾ ബി ജെ പി ആയിരിക്കുമല്ലോ. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ശരിവെക്കുകയല്ലേ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ പച്ചയ്ക്കൊരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഇതിനകത്ത് ഞങ്ങൾ കാണുന്നത് ഇതിനകത്തൊരു പൊളിറ്റിക്കൽ എക്കോണമി ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ എക്കോണമി ഇൻട്രസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും SNDPക്ക് വേണ്ട സ്ഥാപനങ്ങൾ മലപ്പുറത്ത് വേണം, വയനാട് വേണം, കാസർഗോഡ് വേണം. ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരുമ്പോൾ അടുത്ത ഭരണത്തിൽ വരുമ്പോൾ SNDP പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ അവിടെ ആരുമില്ല. യു ഡി എഫിൽ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ യു ഡി എഫിനെ സഹായിക്കാൻ ആരുമില്ല. ഉമ്മൻചാണ്ടിയെ പോലെ ഫ്ലെക്സിബിലിറ്റി, കരുണാകരനെ പോലെ ഫ്ലെക്സിബിലിറ്റി ഉള്ള നേതാക്കന്മാരല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്രോച്ചബിലിറ്റിയുടെ കാര്യത്തിൽ SNDPക്ക് വലിയ നഷ്ടമുണ്ടാകുന്നുള്ളൊരു തോന്നലുണ്ട്. ആ തോന്നലിൻ്റെ രാഷ്ട്രീയവും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വർഗീയത പറയുന്നുണ്ടെങ്കിലും വർഗീയതയുടെ പിറകിലുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പൊളിറ്റിക്കൽ എക്കോണമി. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ എതിർവശത്ത് മറ്റൊരു നെഗറ്റീവ് ഉണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം മലപ്പുറം ജില്ലയിൽ SNDPക്ക് എന്ത് കിട്ടി എന്നുള്ള കാര്യം, അത് ഇതിലേക്ക് തന്നെ വരാം. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒന്നുമില്ല എന്നുള്ളതാണല്ലോ ഇന്നലത്തെ ആ ചോദ്യത്തിൽ അദ്ദേഹം പ്രകോപിതനാകാനുള്ള കാരണവും അതാണല്ലോ. ഷാക്കിർ, അതല്ലേ നിങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്? തുടക്കത്തിൽ ഷാക്കിർ സൂചിപ്പിച്ചിരുന്നു. അല്ല, അതുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയാൻ സമ്മതിക്കണം, ഇവിടെ ഇവർ 3 പേര് പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പെടും. അതായത് കേരളത്തിലെ ഈ 3.5 കോടി ജനങ്ങളും ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്നവരാണോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അതുകൊണ്ടാണ് ഓരോ പാർട്ടിയുടെ ജയിക്കുന്നത്. നിങ്ങൾ നോക്കുക, വെള്ളാപ്പള്ളി നടേശൻ 1962 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് തോന്നുന്നു തകഴി പഞ്ചായത്തിൽ മത്സരിച്ചയാളാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ അച്ഛൻ്റെ പേര് നിങ്ങൾക്കറിയില്ല, മുതലാളി ചേർത്താണ്. അദ്ദേഹം ഇതിൽ ആകൃഷ്ടനായി SN ട്രസ്റ്റിലേക്ക് ആദ്യം ചെയർമാനായി വരുന്നു, പിന്നെ SNDPൻ്റെ ജനറൽ സെക്രട്ടറിയായി 97 വരുന്നു. അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ഒരു സഞ്ചാരപാത എടുക്കുക. അദ്ദേഹം
ഇപ്പോൾ 9.5 കൊല്ലമായി പിണറായി വിജയൻ ഭരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബായി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ SNDPക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയൻ എന്താണ് കൊടുത്തതെന്ന് പറയാൻ ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. ഇവർ പറയട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക ചില കാര്യങ്ങൾ. പിന്നെ വെള്ളാപ്പള്ളി നടേശൻ ചില വ്യക്തികളുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ തോൽപ്പിക്കുമെന്ന് വെല്ലുവിളി നടത്തിയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ. ആ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഴുവൻ വലിയ ഭൂരിപക്ഷത്തിൽ ഈഴവ പ്രദേശങ്ങളിൽ ജയിച്ചു വന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് വിസ്മരിക്കുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പിണറായി വിജയൻ വോട്ട് ചെയ്ത ബൂത്തിൽ, അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ, അദ്ദേഹത്തിൻ്റെ ധർമ്മട മണ്ഡലത്തിൽ, MV ഗോവിന്ദൻ വോട്ട് ചെയ്ത ബൂത്തിൽ, അദ്ദേഹത്തിൻ്റെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഇവർക്ക് CPMന് വലിയ വോട്ട് കുറവുണ്ടായി. BJPക്ക് ഇരട്ടിയിലധികം വോട്ട് വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ സമുദായവും CPMനാണ് വോട്ട് ചെയ്തിരുന്നതെങ്കിൽ BJPക്ക് വോട്ട് കൂടില്ല, CPMന് വോട്ട് കുറയില്ല. ഈ വസ്തുതകളെല്ലാം ഇവിടെ നിൽക്കെ പിന്നെയും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ വിഷജീവിയുടെ പ്രസ്താവനകൾക്ക് കേരളം ഒരു ഗൗരവം കൊടുക്കുന്നില്ല. പിണറായി വിജയൻ ജോർജ് ബ്രിട്ടാസിനെ വെച്ച് കേന്ദ്ര സർക്കാരുമായി പാലമുണ്ടാക്കിയതുപോലെ വളരെ നേരത്തെ തന്നെ ഈ വെള്ളാപ്പള്ളി നടേശനെ വെച്ചുകൊണ്ട് കേരളത്തിൽ പാലമുണ്ടാക്കിയിട്ടുണ്ട് BJPയുമായി. എന്താണ് കരാറ്? വരും വർഷങ്ങളിൽ BJPയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു പാലം മാത്രമാണ് വെള്ളാപ്പള്ളി നടേശൻ. മറ്റൊരു കാര്യം ജയേന്ദ്ര സാർ പറഞ്ഞുകൊണ്ടല്ലോ ഷാജി, അതിനുള്ള മറുപടി താങ്കൾ പറയൂ. ഈ മലപ്പുറം ജില്ല വിഭജിക്കണം എന്നുള്ള കാര്യം, അത് ആ ഒരു ആംഗിൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അത് മനഃപൂർവ്വം ഇക്കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരാമർശം.